ഇന്ന് നമുക്ക് ധ്രുവ് വിക്രം കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ബൈസൺ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ 1990 കാലഘട്ടം ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് കബഡി മാച്ച് നടക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കവേ അതിൽ പങ്കെടുക്കുവാനായി വാശിയോടെ നിൽക്കുകയാണ് നമ്മുടെ നായകനായ കിട്ട. കിട്ടയുടെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും മാച്ച് കാണുവാനായും കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ കോച്ച് കിട്ടയെ കളത്തിലിറക്കാതെ വെറും സബ്സ്റ്റിറ്റ്യൂട്ടായി ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടെ കിട്ടയുടെ മനസ്സുടഞ്ഞു പോകുന്നു. കിട്ട ആരാണ്, അവൻ എങ്ങനെയാണ് ജപ്പാൻ വരെ എത്തിയത് എന്നതൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. തിരുനെൽവേലിയിലുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കിട്ട കുട്ടികളെല്ലാം അസംബ്ലിക്ക് പോയ തക്കം നോക്കി തന്നെ എല്ലാവരുടെയും ടിഫിൻ ബോക്സ് തുറന്ന് കഴിക്കും. അത് PT സാർ കണ്ടുകൊണ്ടുവരും. നാളെ വരുമ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ടേ ക്ലാസ്സിൽ കയറാവൂ എന്ന് അവനെ വിരട്ടുന്നു. അത് കേട്ട ഉടനെ തന്നെ കിട്ട ഇറങ്ങി ഗ്രൗണ്ട് മുഴുവൻ ഓടുവാനായും തുടങ്ങി. അവൻ അങ്ങനെയാണ്. എന്തെങ്കിലും ചെറിയ ടെൻഷനോ വിഷമമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ട കുറെ നേരം ഓടാറാണ് പതിവ്. അപ്പോഴേ അവൻ നോർമലാവൂ. കിട്ടയുടെ അമ്മ മരിച്ചു പോയതാണ്. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവന് ടെൻഷൻ ആയതുകൊണ്ടാണ് അവനിപ്പോൾ ഓടുന്നതും. കിട്ടയ്ക്ക് അച്ഛനും ചേച്ചിയുമാണുള്ളത്. ഇവൻ എന്താ ഇങ്ങനെ, ഇവൻ ആര് എന്നൊക്കെ സാറ് ചിന്തിക്കുന്നു. കിട്ടയ്ക്ക് കബഡി എന്നാൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അച്ഛനെ പേടിച്ചിട്ടാണ് അവൻ കബഡി കളിക്കാത്തത്. അതറിഞ്ഞ PT സാർ കിട്ട കബഡി കളിക്കുന്നത് എങ്ങനെയെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു കബഡി മാച്ച് വെക്കും. അതിൽ PT സാറിന്റെ കണ്ണു തള്ളുന്ന പ്രകടനമായിരുന്നു കിട്ട കാഴ്ചവെച്ചതും. അതുകൊണ്ട് തന്നെ PT സാർ കിട്ടയെ സ്കൂൾ കബഡി ടീമിൽ ചേർക്കും. നാട്ടിലെ കബഡി കളി കണ്ടാണ് അവന് കബഡിയിൽ താല്പര്യം വന്നത്. അവന്റെ നാട്ടിലെ കബഡി ടീമിൽ കിട്ടയുടെ റോൾ മോഡൽ ആരെന്നാൽ പ്ലെയർ ആയിട്ടുള്ള സുന്ദരമായിരുന്നു. പക്ഷേ ഈ സുന്ദരവും കിട്ടയുടെ അച്ഛനും ശത്രുക്കളായതിനാൽ തന്നെ കിട്ടയെ അവരാ ടീമിൽ പോലും ചേർത്തില്ല. ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കിട്ടയും PT സാറും ഒരു ഹോട്ടലിലാണെങ്കിൽ ഫുഡ് കഴിക്കുവാനായും കയറി. എന്നാൽ അതേ ഹോട്ടലിലേക്ക് പാണ്ഡ്യരാജ എന്നൊരു ഗ്യാങ്സ്റ്റർ വരികയും ഹോട്ടലിലുണ്ടായിരുന്ന രണ്ടുപേരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ആ രണ്ടുപേർ പാണ്ഡ്യരാജയുടെ എതിരാളികളായ കന്ദസ്വാമിയുടെ ആളുകളായിരുന്നു. ആ നാട്ടിൽ അണ്ണാച്ചി എന്നറിയപ്പെടുന്ന കന്ദസ്വാമിയാണ് കുറച്ച് നാട് ഭരിക്കുന്നതും. കന്ദസ്വാമി പറയുന്നതാണ് എല്ലാവരും കേൾക്കുന്നത് പോലും. എന്നാൽ ആദ്യമായി കന്ദസ്വാമിയെ എതിർത്തത് പാണ്ഡ്യരാജയായിരുന്നു. നാട്ടിലുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിലിടപെടാൻ മുൻനിരയിൽ തന്നെ പാണ്ഡ്യരാജ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ പാണ്ഡ്യരാജയെ കുറിച്ച് ഇഷ്ടമാണ്. കന്ദസ്വാമിയുടെ സഹോദരനാണെങ്കിൽ എല്ലാ ബിസിനസ്സും ലീസിനെടുക്കുകയുണ്ടായി. അതിനെ പാണ്ഡ്യരാജ എതിർത്തത് മുതൽ പാണ്ഡ്യരാജയ്ക്കും കന്ദസ്വാമിക്കും ഇടയിൽ പ്രശ്നമുണ്ടായി. ആ ദേഷ്യത്തിൽ പാണ്ഡ്യരാജ കന്ദസ്വാമിയുടെ സഹോദരനെ കൊന്നുകളഞ്ഞു. അതേ തുടർന്ന് വലിയ പ്രശ്നമുണ്ടായി. കന്ദസ്വാമിയും കൂട്ടരും പാണ്ഡ്യരാജയുടെ ആളുകളെയെല്ലാം കൊല്ലും. പാണ്ഡ്യരാജയും തിരിച്ചതുപോലെ ചെയ്തു. അങ്ങനെ കൊല്ലും കൊലയുമായി ഗ്രാമം മുങ്ങിപ്പോവുകയാണ്. പാണ്ഡ്യരാജ കന്ദസ്വാമിയുടെ ആളുകളെ കൊന്നതിനിപ്പോൾ ജയിലിലായിരുന്നു. കബഡി കളിയിൽ തുടങ്ങി അവസാനം അത് വലിയ പ്രശ്നമാകുമെന്ന് പേടിച്ചാണ് കിട്ടയെ അച്ഛൻ കബഡി കളിക്കുവാനായിട്ട് സമ്മതിക്കാത്തതും. PT സാർ അച്ഛനെ ഒരുപാട് ഉപദേശിക്കും. PT സാർ ആണെങ്കിലോ കന്ദസ്വാമിയുടെ കൂട്ടരിലുള്ളതാണ്. കിട്ടയാണെങ്കിലോ പാണ്ഡ്യരാജയുടെ ആളും. അതുകൊണ്ട് തന്നെ PT സാർ പറയുന്നത് കൊണ്ടും കിട്ടയുടെ ചേച്ചി പറയുന്നത് കൊണ്ടും കിട്ടയെ കബഡി ടീമിൽ ചേരുവാനായിട്ട് അച്ഛൻ സമ്മതിക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ടീമിലെ ആളാണല്ലോ ഇപ്പോൾ സപ്പോർട്ടിന് എത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നാണ് അച്ഛൻ കരുതുന്നതും. PT സാറിന്റെ സപ്പോർട്ടിൽ പ്രാക്ടീസ് ഒക്കെ നന്നായി പോകുന്നു. ഒരിക്കൽ കിട്ടയും ചേച്ചിയും അച്ഛനും ആടിനെയും കൊണ്ട് ബസ്സിൽ പോവുകയായിരുന്നു. എന്നാൽ ഈ ആട് അടുത്തിരുന്ന ആളിന്റെ ദേഹത്ത് ചെറുതായി ഒന്ന് മുള്ളി. അതേ തുടർന്ന് അയാളും കിട്ടയുടെ അച്ഛനും തമ്മിൽ വഴക്കായി. കിട്ടയ്ക്ക് അത് ഇഷ്ടമായില്ല. തന്റെ അച്ഛനെ തല്ലാൻ വന്ന ആളിനെ കിട്ടയും തല്ലി. അയാളാണെങ്കിൽ ദേഷ്യത്തിൽ ആടിനെ കുത്തിക്കൊല്ലും. അതോടെ കിട്ടയും അവരും തമ്മിൽ വലിയൊരു അടി നടക്കുന്നു. ഒടുവിൽ കിട്ട വാളെടുത്തതും അച്ഛൻ അവനെ തടയും. മകൻ വാളെടുത്തതിനാൽ അച്ഛനിനി അവൻ കബഡി കളിക്കില്ലെന്ന് സത്യം ചെയ്യുവാനായും പറഞ്ഞു. വേറെ വഴിയില്ലാതെ കിട്ട സത്യം ചെയ്തു കൊടുക്കും. അതറിഞ്ഞ റാണിക്ക് ഒട്ടും ഇഷ്ടമായതേയില്ല. അവൾ അവനെ ഒരുപാട് വഴക്ക് പറയും. ഈ റാണി ആരെന്നാൽ കിട്ടയുടെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആണ്. അവരുടെ വീടൊക്കെ അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ 3 പേരും ഒരുമിച്ചാണ് വളർന്നതും. പക്ഷെ ഈ റാണിക്ക് കിട്ടയെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ആ റാണിക്ക് കിട്ടയുടെ ചേച്ചിയുടെ പ്രായമുള്ളത് കൊണ്ട് തന്നെ കിട്ട അവളോട് ഡിസ്റ്റൻസ് ഇട്ടാണ് പെരുമാറുന്നതും. മാത്രവുമല്ല അച്ഛന്റെ ശത്രുവായ സുന്ദരത്തിന്റെ സഹോദരി കൂടിയാണ് റാണി. റാണിയും കിട്ടയും സംസാരിച്ചു നിന്നത് സുന്ദരം അറിഞ്ഞു. സുന്ദരം കിട്ടയുടെ വീട്ടിലെത്തി അച്ഛനുമായി ഒരുപാട് പ്രശ്നമുണ്ടാക്കി. ഒടുവിൽ അച്ഛനുമേൽ കൈവച്ചു. അത് കണ്ടുകൊണ്ടുവന്ന കിട്ടയാണെങ്കിലോ സുന്ദരത്തെ തല്ലി ഓടിക്കും. എല്ലാം കൂടി മനസ്സിനെ വല്ലാതെ അലട്ടിയതിനാൽ കിട്ടയാണെങ്കിലോ പതിവ് പോലെ ഓടുകയാണ്. അത് PT സാർ കണ്ടുകൊണ്ടുവരുന്നു.
നീ എന്താ പ്രാക്ടീസിന് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ബസ്സിലെ അടിയും അച്ഛൻ സത്യം ചെയ്യിച്ചതുമൊക്കെ അവൻ സാറിനോട് പറഞ്ഞു. അച്ഛനോട് സംസാരിക്കുവാനായിട്ട് PT സാർ കിട്ടയും കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ബസ്സിൽ വെച്ച് കിട്ടയെ തല്ലിയവരില്ലേ, കിട്ടയെയും സാറിനെയും തടയുകയാണ്. കിട്ടയെ സപ്പോർട്ട് ചെയ്യുന്നതിന് സാറിനെയും അവർ തല്ലുന്നു. അത് കണ്ട് സഹിക്കാനാകാത്ത കിട്ടയാണെങ്കിലോ അവരെ തിരിച്ചു തല്ലും. വലിയൊരു ഫൈറ്റ് തന്നെ വീണ്ടും അവിടെ നടക്കും. കബഡി നടക്കുന്നിടത്ത് വല്ല പ്രശ്നവും നടക്കുമോ എന്ന പേടിയിൽ അച്ഛൻ എപ്പോഴും അവനോടൊപ്പം പോകാറുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു വശത്ത് നടക്കവേ പാണ്ഡ്യരാജ ജയിലിൽ നിന്നിറങ്ങും. വരുന്ന വഴിയിൽ പാണ്ഡ്യരാജയെ അപകടപ്പെടുത്തുവാനായിട്ട് കന്ദസ്വാമിയുടെ ആളുകൾ ശ്രമിച്ചു. അതിൽ പാണ്ഡ്യരാജയ്ക്ക് നല്ല പരിക്ക് പറ്റി. അതോടെ നാട്ടിലാകെ ലഹളം നടക്കും. പാണ്ഡ്യരാജ പങ്കെടുക്കേണ്ടിരുന്ന കബഡി മാച്ചും ക്യാൻസലായി. അവിടെയും പ്രശ്നം നടക്കുകയായിരുന്നു. അത് കാണുന്ന അച്ഛൻ പേടിച്ച് കിട്ടയും കൊണ്ട് പോവുകയായിരുന്നു. പോകുന്ന വഴി ബസ്സിൽ പ്രശ്നമുണ്ടാക്കിയവരെല്ലാവരും വന്ന് അച്ഛനെയും കിട്ടയും തടയുന്നു. അവർ കിട്ടയെ തല്ലാൻ നോക്കുമ്പോൾ അച്ഛൻ എതിർക്കും. അച്ഛനെ അവർ തല്ലിയതും കിട്ട അവർക്കിട്ട് ഒരുപാട് കൊടുക്കുന്നു. ഒടുവിൽ ഒരുപാട് പേരുള്ളതിനാൽ അച്ഛനും മകനും ഒരുമിച്ച് നിന്ന് നേരിടാൻ ശ്രമിക്കുമെങ്കിലും അവർ കിട്ടയെ ലോക്ക് ചെയ്യും. ഗ്രാമവാസികൾ ബഹളം കേട്ട് ഓടി വരുന്നത് കണ്ട അവരാണെങ്കിലോ കിട്ടയുടെ കൈയും ചവിട്ടി ഓടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അതുകൊണ്ട് തന്നെ കിട്ട ഉറക്കെ കരയുകയാണ് ചെയ്യുന്നത്. തന്നെ ഈ അവസ്ഥയിലാക്കിയവരോട് പ്രതികാരം വീട്ടണമെന്ന വാശിയായി കിട്ടയ്ക്ക്. അതറിയുന്ന PT സാർ, നീ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാച്ചിലാണ്, അല്ലാതെ നിന്റെ പ്രതികാരത്തിലൊന്നുമല്ല എന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റും. അടുത്ത മാച്ച് നടക്കാൻ പോകുന്നത് കന്ദസ്വാമിയുടെ സ്ഥലത്താണ്. കബഡി ടൂർണമെന്റിൽ പങ്കെടുക്കുവാനായിട്ട് ഒടിഞ്ഞ കൈയുമായിട്ടാണ് കിട്ട പോകുന്നതും. ആ ഒടിഞ്ഞ കൈ വെച്ച് തന്നെ അവൻ കബഡി കളിച്ച് ആ ഒരു ഗ്രൂപ്പിനെ തന്നെ അവൻ വിജയിപ്പിച്ചു. കിട്ടയുടെ കബഡി കളി കണ്ട് കന്ദസ്വാമിക്ക് അവന് ഒരുപാട് ഇഷ്ടമായി. ശത്രുവിന്റെ നാട്ടുകാരനായിരുന്നാലും കന്ദസ്വാമി കിട്ടയെ തന്റെ ടീമിലേക്ക് ചേർക്കും. അത് കാണുന്ന അച്ഛൻ ഒരുപാട് സന്തോഷമാകും. എന്നാലും അച്ഛന്റെ പേടി കന്ദസ്വാമിയുടെ ശത്രുവിന്റെ നാട്ടുകാരല്ലേ, അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്നതായിരുന്നു. എന്നാലും കന്ദസ്വാമിക്ക് കിട്ടയെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ കന്ദസ്വാമി കിട്ടയെ ശത്രുപക്ഷമായൊന്നും കാണില്ല. അച്ഛനെ കന്ദസ്വാമി പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ കന്ദസ്വാമിയുടെ ആളുകൾക്ക് അതത്ര ഇഷ്ടമായില്ല. ഒരിക്കൽ കന്ദസ്വാമിയുടെ താവളത്തിലേക്ക് അതിക്രമിച്ചു കയറിയ പാണ്ഡ്യരാജയുടെ ആളുകളാണെങ്കിലോ അവിടെ ബോംബ് വെച്ച് തകർക്കും. കന്ദസ്വാമിയുടെ 2 ആളുകളെയും കൊന്നു. ഒടുവിൽ കന്ദസ്വാമി തോക്കും കൊണ്ട് ഇറങ്ങുന്നത് കണ്ടിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കിട്ട. എന്നാൽ കന്ദസ്വാമിയുടെ ആളുകൾ പറയുന്നത്, ദേ നിൽക്കുന്നു കിട്ട, ഇവൻ പാണ്ഡ്യരാജയുടെ ആളല്ലേ, അപ്പോൾ ഇവൻ പറഞ്ഞിട്ടായിരിക്കും അവരകത്ത് കയറിയത് എന്നുള്ള രീതിയിൽ അവരൊക്കെ സംസാരിക്കുന്നു. എന്നാൽ കന്ദസ്വാമിയാണെങ്കിലോ കിട്ടയുടെ വെപ്രാളവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് അവനാണ് അതിന് പിന്നിലെന്ന് കന്ദസ്വാമിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കിട്ടയോട് പറയുന്നത്, ഈ പ്രശ്നമെല്ലാം പരിഹരിക്കുന്നത് വരെ നീ ഇവിടേക്ക് വരണ്ട, ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് കിട്ടയെ പറഞ്ഞു വിടുന്നു. പക്ഷേ കിട്ടയാണെങ്കിലോ ഇതെല്ലാം കണ്ട് ഷോക്കായാണ് വീട്ടിലേക്ക് പോകുന്നതും. തന്നെ ആരും വിശ്വസിച്ചില്ലല്ലോ എന്നത് അവന്റെ ഒന്നാമത്തെ ടെൻഷൻ. മാത്രമല്ല പാണ്ഡ്യരാജയുടെ ആളുകളൊക്കെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അതും അവന്റെ മറ്റൊരു ടെൻഷൻ. അതുകൊണ്ട് തന്നെ അവൻ റോഡിലൂടെ ഓടി പോവുകയാണ് ചെയ്യുന്നതും. മാത്രവുമല്ല താൻ ഇനി കബഡി കളിക്കുന്നില്ല എന്നും അവൻ തീരുമാനിക്കും. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയപ്പോൾ കന്ദസ്വാമിയെ കാണുവാനായിട്ട് കിട്ട എത്തുന്നുണ്ട്. എന്നിട്ട് താൻ ഇനി കബഡി കളിക്കുന്നില്ല എന്ന് കന്ദസ്വാമിയോട് പറയും. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം കന്ദസ്വാമിക്ക് മനസ്സിലായി. എന്നാൽ കന്ദസ്വാമിയാണെങ്കിലോ കിട്ടയെ എതിർപക്ഷത്തിന്റെ ടീമാണെന്നൊന്നും കണ്ടിട്ടേയില്ലല്ലോ. കന്ദസ്വാമി പറയുന്നത്, നീ എന്തിനാ അങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത്? ഞാൻ വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതങ്ങനെ ആയിപ്പോയി. പക്ഷേ നീ അതുകൊണ്ടൊന്നും കബഡി കളിക്കുന്നത് നിർത്തരുത്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ടീമിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നീ അവിടെ പോകണം. നീ നല്ലൊരു കബഡി പ്ലെയറായി മാറുന്നത് എനിക്ക് കാണണമെന്നുള്ള കാര്യവും കന്ദസ്വാമി പറയുന്നു. കന്ദസ്വാമി അത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ കന്ദസ്വാമി പറഞ്ഞ അതേ ടീമിൽ പോയി ചേരുകയാണ് കിട്ട. അങ്ങനെ കബഡി മാച്ചൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു ടീമിലെ കിട്ടയുടെ പെർഫോമൻസ് കണ്ട് എല്ലാവർക്കും ഇടയിൽ നല്ല അഭിപ്രായമുണ്ടായി. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്ത് തന്റെ ഈ ഒരു കഴിവ് എല്ലാവർക്കും മുന്നിൽ കാണിക്കണമെന്ന് കരുതി അവനാണെങ്കിലോ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതേസമയം തന്നെയായിരുന്നു കോച്ച് വന്നിട്ട് പറയുന്നത്, സ്റ്റേറ്റ് ലെവലിലേക്ക് പങ്കെടുക്കുവാനുള്ളവരുടെ ലിസ്റ്റ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, നീ എന്തായാലും ആ ഒരു ലിസ്റ്റിലില്ല എന്നുള്ള കാര്യം കോച്ച് വന്ന് പറഞ്ഞിട്ട് പോകുന്നു. അത് കേട്ടതും കിട്ട ആകെ തകർന്നു പോകും. കിട്ട ഈ കാര്യം തന്റെ അച്ഛനോട് പറയും. എന്നാൽ അച്ഛൻ പറയുന്നത്, ആരെന്ത് വേണോ പറയട്ടെ, പക്ഷേ നീ നാളത്തെ മാച്ചിൽ നിന്റെ ഫുൾ കഴിവ് നീ പ്രകടിപ്പിക്കണം, അത് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതിയെന്നും അച്ഛൻ അവനെ ഉപദേശിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ആ ഒരു സെലക്ഷൻ മാച്ചിൽ അവൻ നന്നായി പെർഫോം ചെയ്യും.
കിട്ടയുടെ പ്രകടനം കണ്ട സെലക്ഷൻ കമ്മിറ്റിയുടെ ഹെഡിലുള്ള ആളാണെങ്കിലും ഞെട്ടിപ്പോവുകയാണ്. കിട്ടയെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവരൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചെങ്കിലും ആ ലിസ്റ്റിൽ കിട്ടയുടെ പേരും കൂടി ചേർക്കുകയാണ്. ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ അവസാനം കിട്ട നാഷണൽ ലെവൽ കബഡി ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സെലക്ഷൻ മാച്ചിൽ പങ്കെടുക്കുവാനായിട്ടും റെഡിയായി നിൽക്കുന്നു. അതെല്ലാം ഒരു സൈഡിൽ നടക്കവേ മറ്റൊരു വശത്ത് റാണിക്ക് വേണ്ടിയിട്ട് സുന്ദരം മറ്റൊരു വിവാഹാലോചന കൊണ്ടുവന്നിരിക്കുകയാണ്. അതറിയുന്ന കിട്ടയുടെ അച്ഛനും ബന്ധുക്കളും എല്ലാം ചേർന്ന് പെണ്ണാലോചിക്കുവാനായി ചെന്നെങ്കിലും സുന്ദരമാണെങ്കിലോ ഒരിക്കലും ആ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നതേയില്ല. റാണിയുടെ സമ്മതം പോലും ഇല്ലാതെ കല്യാണം നടത്തുവാനായിട്ട് എല്ലാം തീരുമാനിച്ചു. അങ്ങനെ കല്യാണ ദിവസം എത്തി. താലിയെടുത്ത് കൊടുക്കുവാനായിട്ട് വരുന്നത് പാണ്ഡ്യരാജയായിരുന്നു. എന്നാൽ റാണിയുടെ സമ്മതമില്ലാതെയാണ് ഈ ഒരു കല്യാണം നടക്കുന്നതെന്നും പാണ്ഡ്യരാജയ്ക്ക് മനസ്സിലായി. കിട്ടയാണ് അവൾക്ക് ഇഷ്ടമെന്ന് മനസ്സിലായി. നീ എന്താ കിട്ടയ്ക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാത്തതെന്ന് പാണ്ഡ്യരാജ ചോദിക്കുമ്പോഴോ അവൻ വെറും ഒരു പിച്ചക്കാരൻ പയ്യനാ, മാത്രവുമല്ല അവനെ എനിക്ക് ഇവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് ഇഷ്ടമേ അല്ല എന്നുള്ള രീതിയിലാണ് സുന്ദരൻ സംസാരിക്കുന്നതും. അത് കേൾക്കുന്ന പാണ്ഡ്യരാജ ചോദിക്കുന്നത്, അവൻ നിന്റെ ബന്ധുവല്ലേ, എന്നിട്ട് നീ അവനെ പിച്ചക്കാരൻ പയ്യനെന്നാണോ പറയുന്നത്? മാത്രമല്ല നമ്മുടെ കിട്ട നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. അവൻ നാഷണൽ ലെവൽ കബഡി മാച്ചിൽ പങ്കെടുക്കുവാൻ പോകാൻ റെഡിയായി നിൽക്കുന്ന പയ്യനല്ലേ, അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് സുന്ദരത്തെ ഒരുപാട് വഴക്ക് പറയുന്നു. മാത്രവുമല്ല കിട്ട വന്നിട്ട് അവനെ കൊണ്ട് മാത്രമേ റാണിയെ വിവാഹം കഴിപ്പിക്കാവൂ എന്ന് പറഞ്ഞ് ആ ഒരു കല്യാണം അവിടെ മുടക്കിയിട്ടാണ് പാണ്ഡ്യരാജ അവിടെ നിന്ന് പോകുന്നതും. അതുകൊണ്ട് തന്നെ സുന്ദരത്തിന് അവളെ വിവാഹം കഴിപ്പിക്കുവാനേയും പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ആ നാട്ടില് ഒരു വയസ്സായ ഒരാളുണ്ട്. അയാളാണെങ്കിലോ എപ്പോൾ വേണമെങ്കിലും മരിക്കും. ആ നാട്ടില് ഈ പാണ്ഡ്യയെ പോലെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അയാളെ കാണുവാൻ വേണ്ടിയിട്ട് പാണ്ഡ്യരാജ എത്തുന്നുണ്ട്. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. കന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് ആ വയ്യാതെ കിടക്കുന്ന ആളിന്റെ മകൾ ഒരുക്കിയ ഒരു ട്രാപ്പ്. പാണ്ഡ്യരാജ വന്ന ഉടനെ തന്നെ അയാളുടെ മകളാണെങ്കിലോ പാണ്ഡ്യരാജയെ ആ ഒരു വീടിനകത്തിട്ട് ലോക്ക് ചെയ്തിട്ട് കന്ദസ്വാമിയെ വിവരം അറിയിക്കുകയും അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം തന്നെ കന്ദസ്വാമിയുടെ ആളുകൾ അവിടേക്ക് വന്നിട്ട് പാണ്ഡ്യരാജയെ കൊലപ്പെടുത്തി. അതോടുകൂടി ആ നാട്ടിൽ വലിയ ലഹളയും നടക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്ത് വിജയിച്ച് കിട്ട നാഷണൽ ലെവലിൽ പങ്കെടുക്കുവാൻ പോവാൻ നിന്ന സമയത്തായിരുന്നു വീണ്ടും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അറിയുന്നത്. എന്തെന്നാൽ ഓരോ ടീമിലും ഓരോ നാട്ടിൽ നിന്നും ഓരോ ആൾക്കാരാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും 2 പേരുണ്ട്. പക്ഷെ ഒരാളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പറ്റൂ. അതിലുള്ള തമിഴ്നാട്ടിലെ ആളും ആ ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ കിട്ടയെ അവർ ഒഴിവാക്കുവാനായും തീരുമാനിച്ചു. കിട്ടയുടെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടി. പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയുടെ ഹെഡ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചതേ അല്ല. അയാൾ ഒരുപാട് തവണ സംസാരിച്ചു നോക്കി. പക്ഷെ ആരും തന്നെ കിട്ടയുടെ പേര് ചേർക്കുവാനായും തയ്യാറായതേയില്ല. ആ ഒരു വിവരം അറിയുന്ന കിട്ടയാണെങ്കിലോ രാത്രിക്ക് രാത്രി തന്നെ തന്റെ നാട്ടിലേക്കും എത്തുകയാണ്. അതേസമയം കന്ദസ്വാമിയുടെ കൂട്ടരും പാണ്ഡ്യരാജയുടെ കൂട്ടരും തമ്മിൽ അവിടെ വലിയ ലഹള നടക്കുന്നു. കന്ദസ്വാമി തന്റെ സഹോദരനെ പാണ്ഡ്യരാജ കൊന്നതിന്റെ പ്രതികാരം ഇപ്പോൾ തീർത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തി കിട്ട നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയും. അവൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു സെലക്ഷൻ കമ്മിറ്റി ഹെഡിലെ അയാളുടെ സൈഡിൽ നിന്നും കോള് വരുന്നതും. കിട്ടയുടെ പേര് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കിട്ടയുടെ പേര് ചേർത്തതും. ഉടനെ തന്നെ അവൻ ചെന്നൈയിലേക്ക് എത്തണം. അതും നാളെ തന്നെ എത്തണം. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാനുള്ളതാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അത് കേട്ടതും കിട്ടയ്ക്കും അച്ഛനും ചേച്ചിക്കും പിന്നെ റാണിക്കുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഉടനെ തന്നെ കിട്ടയുടെ അച്ഛനാണെങ്കിലോ അവന്റെ പാസ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കത്തിയും എടുത്തിട്ടാണ് കിട്ടയെ അവിടെ നിന്നും ചെന്നൈയിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് അച്ഛൻ കൊണ്ടുപോകുന്നതും. അതേസമയം തന്നെയായിരുന്നു ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ അതിലിടപെടുവാനായിട്ട് ഒരുപാട് പോലീസുകാർ എത്തുന്നത്. ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം പാണ്ഡ്യരാജയും കന്ദസ്വാമിയുമാണ്. ഇപ്പോൾ ദേ പാണ്ഡ്യരാജ മരണപ്പെട്ടു. ഇനി ആകെ കൂടിയുള്ളത് കന്ദസ്വാമിയാണ്. കന്ദസ്വാമിയെ എൻകൗണ്ടർ ചെയ്യുവാനായും തീരുമാനിച്ചു. കന്ദസ്വാമിക്ക് അവരൊരു സ്കെച്ചിടും. ആ ഒരു പ്ലാനിൽ മുൻകൈ എടുത്ത് നിൽക്കുന്നതോ കന്ദസ്വാമിയുടെ വലങ്കൈയായിട്ടുള്ള ആളാണ്. അയാളാണ് പോലീസുകാർക്കടുത്ത് കന്ദസ്വാമിയെ കാണിച്ചു കൊടുത്തതും പോലീസുകാർ കന്ദസ്വാമിയെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളഞ്ഞതും. ആ ഒരു വലങ്കൈക്ക് കന്ദസ്വാമിയുടെ നല്ല ദേഷ്യമുള്ളത് എന്തിനെന്നാൽ എതിർഭാഗമായിട്ടുള്ള കിട്ടയെ തന്റെ കൂടെ ചേർത്തതിനാലാണ്. അതുകൊണ്ടാണ് ദേ ഇപ്പോൾ കന്ദസ്വാമി കൊല്ലപ്പെട്ടതും. മറ്റൊരു വശത്ത് കിട്ടയും കൊണ്ട് അച്ഛനാണെങ്കിലോ കഷ്ടപ്പെട്ട് ഒരുവിധം റോഡിലേക്ക് എത്തുന്നു. അതേസമയം തന്നെ പോലീസിന്റെ കണ്ണിൽ പെടുകയാണ് കിട്ടയും അച്ഛനും. പോലീസ് ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എവിടേക്ക് പോവുകയാണ് എനിക്ക് ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം അച്ഛൻ പോലീസിനോട് പറയുന്നുണ്ട്. അതേസമയം തന്നെ അച്ഛന്റെ ഇടുപ്പില് കത്തിയിരിക്കുന്നത് പോലീസുകാർ കാണുന്നു.
അത് കണ്ടതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് അങ്ങ് പോലീസുകാർ കരുതി. ഇതൊന്നുമല്ല സാറേ, എന്റെ മകന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അവന് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാനുള്ളതാ, അവനൊരു കബഡി പ്ലെയറാ എന്നൊക്കെ പറയുമ്പോഴൊന്നും അതൊന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കാതെ അച്ഛനെ തല്ലുകയാണ് ചെയ്തതും. അത് കണ്ടതും കിട്ടയ്ക്ക് സഹിക്കുമോ? ഇല്ല. അവൻ ആ പോലീസുകാരെ തിരിച്ചു തല്ലുന്നു. അവസാനം ചെളിയിൽ ഇറങ്ങി നിന്ന് വലിയ ഫൈറ്റ് തന്നെ നടക്കും. അതേ സമയത്തായിരുന്നു മേലുദ്യോഗസ്ഥനും കുറെ പോലീസുകാരും അവിടേക്ക് എത്തുന്നതും. നടന്ന കാര്യങ്ങളെല്ലാം മറ്റേ ഉദ്യോഗസ്ഥനാണെങ്കിൽ മേലുദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു മേലുദ്യോഗസ്ഥനൊപ്പമുള്ള ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ കിട്ടയെ തിരിച്ചറിയും. ഇത് കിട്ട പേരുകേട്ട കബഡി പ്ലെയർ ആണെന്നും കോൺസ്റ്റബിൾ പറയുന്നു. അത് കേട്ടതും പോലീസുകാരെല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ചെന്നൈയിലേക്കുള്ള കിട്ടയുടെ യാത്രയിൽ കിട്ടയെ സഹായിക്കുന്നത് ബാക്കിയുള്ള പോലീസുകാരായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരവനെ പറഞ്ഞു വിടുന്നതും. അങ്ങനെ ജപ്പാനിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുകയാണ്. പാകിസ്ഥാൻ ആണെങ്കിലോ ഒരു ഫൗള് കളിച്ചതിനാൽ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ റീമാച്ച് വെക്കും. എന്നാൽ റീമാച്ച് വെക്കുന്നതിന് കോച്ച് എതിർക്കും. എന്നാൽ ക്യാപ്റ്റൻ പറയുന്നതോ, സാർ വിശ്വസിക്കണം, ഈ മാച്ചിൽ നമ്മൾ ജയിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ താൻ ഇതിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമെന്നും ക്യാപ്റ്റൻ ആണെങ്കിൽ കോച്ചിനടുത്ത് പറയുന്നു. അങ്ങനെ കോച്ചാണെങ്കിൽ അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. ആദ്യത്തെ മാച്ച് നടക്കുന്നു. ആദ്യം തന്നെ കിട്ടയെ ഉൾപ്പെടെയുള്ള ആ ഒരു ടീം തോറ്റുപോകുന്നു. കിട്ടയും ക്യാപ്റ്റനും ഔട്ടാവുകയാണ്. അവർ രണ്ടുപേരും പുറത്തു വന്നിരിക്കുന്ന സമയം. അങ്ങനെ കളി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ ഇനി 3 പോയിന്റ് കൂടി. ലാസ്റ്റത്തെ കളി. അതിലെങ്ങനെയെങ്കിലും ഇന്ത്യ ജയിക്കണം. അവസാനം ക്യാപ്റ്റനോ കിട്ടയോ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. കോച്ചാണെങ്കിലോ കിട്ടയെ ഇറങ്ങാനേ സമ്മതിക്കുന്നില്ല. എന്നാൽ ക്യാപ്റ്റന് കിട്ടയ്ക്ക് മേൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. കിട്ടയോട് ഇറങ്ങുവാനായും പറയും. എങ്ങനെയെങ്കിലും നീ ആ ഒരു 3 പോയിന്റ് നേടി നമ്മുടെ ടീമിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കിട്ടയെ ക്യാപ്റ്റൻ പറഞ്ഞു വിടുന്നത്. അത് കാണുന്ന കോച്ചാണെങ്കിൽ നീ പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായിരുന്നു എന്ന് കളിയാക്കും. എന്നാൽ ക്യാപ്റ്റൻ പറയുന്നതോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മാച്ച് ജയിച്ചാൽ മതിയാകും, പക്ഷേ അവൻ അങ്ങനെയല്ല. അവൻ ഈ മാച്ചും ജയിക്കണം, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളെയും ജയിക്കണം എന്നുള്ള കാര്യവും ക്യാപ്റ്റൻ പറയുന്നു. കിട്ടയുടെ കാര്യങ്ങളെല്ലാം ക്യാപ്റ്റന് നന്നായിട്ട് അറിയാവുന്നതാണ്. കിട്ടയ്ക്ക് ആ ഒരു മാച്ച് ജയിക്കണം, മാത്രമല്ല അവനെ ഒരുപാട് പേർ താഴ്ത്തി കെട്ടിയില്ലേ, അവർക്ക് മുന്നിലേക്ക് അവന് ജയിക്കണം എന്ന വാശിയാണ്. അങ്ങനെ മാച്ച് വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനത്തെ ആ ഒരു 3 പോയിന്റ് കിട്ട നേടിയെടുക്കുകയാണ്. ഇന്ത്യ ടീം ജയിച്ചിരിക്കുന്നു. നാട്ടിലിരുന്ന് കാണുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അച്ഛനാണെങ്കിലോ അഭിമാനത്തോടു കൂടിയാണ് ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതും. അതെല്ലാം കണ്ട് ആനന്ദ കണ്ണീർ പൊഴിക്കുകയാണ് സുന്ദരവും. കിട്ടയെ പരമാവധി ഒഴിവാക്കുവാനായി ശ്രമിച്ച ഇന്ത്യൻ ടീമിന്റെ കോച്ചും കിട്ടയുടെ പ്രകടനം കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ്. അങ്ങനെ കിട്ടയ്ക്ക് അർജുന അവാർഡ് കിട്ടുകയാണ്. അത് കാണുവാൻ വേണ്ടിയിട്ട് കിട്ടയുടെ അച്ഛനും അവന് ഈ നിലയിൽ എത്തുവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത അവന്റെ PT സാറും എത്തുന്നുണ്ട്. രണ്ടുപേരും അതെല്ലാം കണ്ട് ആനന്ദ കണ്ണീർ പൊഴിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.